ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ പറ്റി ഒത്തിരി വ്യാകുലപ്പെടുന്നവരും ഉത്കണ്ഠാകുലരാകുന്നവരും ഒക്കെയാണല്ലേ. പക്ഷെ വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളോട് പറയാണ് യെശയ്യാ പ്രവാചകനിലൂടെ, യെശയ്യായുടെ പുസ്തകം 59 അധ്യായം 21 വചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ഒന്നും കൂടെ വായിക്കാം. യെശയ്യായുടെ പുസ്തകം 59 അധ്യായം 21 വചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ മക്കളെ പറ്റി വ്യാകുലപ്പെടേണ്ട ആവശ്യമുണ്ടോ? കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മാമോദീസായിലൂടെ നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കേണ്ട കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതുപോലെ തന്നെ കർത്താവിന്റെ ലവ് ലെറ്റർ ആവുന്ന ഈ വചനം നമ്മൾ എപ്പോഴും വായിക്കുകയും പഠിക്കുകയും രാപ്പകൽ ധ്യാനിക്കുകയും ചെയ്യണം. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുകയും ഈ വചനം രാപ്പകൽ ധ്യാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവും ഈ വചനവും നമ്മുടെ ഉള്ളിലുള്ള ഇത് രണ്ടിനെയും നമ്മുടെ മക്കളുടെയോ മക്കളുടെ മക്കളുടെയോ അവരുടെ സന്താനങ്ങളിൽ നിന്നോ ഒരിക്കലും അറ്റുപോകുകയില്ലെന്നാണ് കർത്താവ് പറയുന്നത്, അകന്നു പോകുകയില്ലെന്നാണ് കർത്താവ് പറയുന്നത്. ഇതിലും വലിയൊരു ഉടമ്പടി, ഇതിലും വലിയൊരു വാഗ്ദാനം കർത്താവ് നമുക്ക് തരാനുണ്ടോ? അപ്പോൾ ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ ആത്മാവിനെയും ഈ വചനത്തെയും എപ്പോഴും ഉജ്ജ്വലിപ്പിച്ചും ധ്യാനിച്ചും ജീവിക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ.